കർഷക കോൺഗ്രസ് അയ്യങ്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് കർഷക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല ധർണ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന ഗൗരവകരമായ അനാസ്ഥ അവസാനിപ്പിക്കുക, കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് അയ്യൻകുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് കർഷക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനോജ് കളരുപാറ അധ്യക്ഷനായി. PC ജോസ്, അഗസ്റ്റിൻ വടക്കേൽ, ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് തോമസ് വർഗീസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മനോജ് M കണ്ടത്തിൽ, ജെയിംസ് ടി മാത്യു, റഹീസ് കണിയാറക്കൽ, സെബാസ്റ്റ്യൻ തുണ്ടത്തിൽ, ഷാജി മടയംകുന്നേൽ എന്നിവർ സംസാരിച്ചു. 50 ലക്ഷം രൂപ മരിക്കുന്ന ആൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത് വലിയൊരു തുകയൊന്നുമല്ല. അവരുടെ ജീവിതം, മുന്നോട്ടുള്ള ജീവിതം മുഴുവൻ നശിച്ചു പോവുകയാണ്. ഒരു കുടുംബം നശിക്കുമ്പോൾ ആ കുടുംബത്തിലെ മുഴുവൻ വരുമാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ വരുമാനത്തെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ മരിക്കുന്ന ആ കുടുംബത്തിന്, അവരുടെ ആശ്രിതർക്ക് ഈ 50 ലക്ഷം രൂപയും കൊടുക്കണം. ഞാൻ ഇതിനകത്ത് മറ്റൊന്നും കൂടി കാണുന്നുണ്ട്. ഇന്നത്തെ ഈ പറയുന്ന തുക ഇത്ര വലിയ തുകയാണ്. ഈ തുക കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായാൽ ഗവൺമെന്റ് തന്നെ ഒരു തോന്നലുണ്ടാവും, ഇതുപോലെ വന്യമൃഗം ആക്രമിച്ച് അതുപോലെ നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയും അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിന് വേണ്ടതായ ശാശ്വതമായ പരിഹാരം കാണേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു ചിന്താഗതി ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണം. അതുകൊണ്ട് ഇതിന് വേണ്ടതായ നിയമനിർമ്മാണം ഉണ്ടാക്കാനാണ് ഇനി നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ വന്യമൃഗ നിയമത്തിൽ ഇപ്പോൾ ന്യായമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. വൈൽഡ് ലൈഫ് വാർഡന് വന്യമൃഗങ്ങളെ, അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെക്കാനുള്ള ഉത്തരവിടാനുള്ള വകുപ്പുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. പക്ഷെ അദ്ദേഹം അത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് കളക്ടർക്ക് അപകടകാരികളായ, അക്രമകാരികളായ വന്യമൃഗത്തെ വെടിവെക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഹൈക്കോടതി അതിനകത്ത് റൂളിംഗ് കൊടുത്തു, അത് വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ അത് ശരിയല്ല എന്നും പറഞ്ഞു. അപ്പോൾ മനുഷ്യന്റെ കാര്യത്തിൽ ശരിയാണ്, വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ശരിയല്ല. അതും ആ നിയമവും അവിടെ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, 1972 72 വന്യമൃഗ സംരക്ഷണ നിയമം അത് പാടെ പൊളിച്ചെഴുതണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ, ജനങ്ങൾക്ക് ജീവിക്കാൻ സാഹചര്യം ഉണ്ടാക്കത്തക്ക രീതിയിൽ ആ നിയമം മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഇവിടെ ഇക്കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകും.